പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ് ഞാൻ? ആ ഒരു വിഷയത്തിൽ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് നിലവിലുള്ള നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളുടെ അറിവില്ലായ്മയാണ് ഒരാളുടെ പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞു. ഒന്ന്, നമ്മുടെ യൂസർ മാനുവൽ അറിയില്ല, യൂസേഴ്സ് മാനുവൽ. മറ്റൊന്ന്, കൃത്യമായ ഒരു ലക്ഷ്യബോധം, എന്താണ് നമുക്ക് വേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു, രണ്ട് കണ്ണുള്ളവരാണ് മനുഷ്യർ. ഉൾക്കാഴ്ചയിലൂടെ നമുക്ക് എന്താണോ വരും കാലഘട്ടത്തിൽ വേണ്ടത് അതിനെപ്പറ്റി കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു ചിന്ത ആവശ്യം കൊണ്ടു നടക്കാൻ പറ്റാതെ വരുന്നതാണ് പരാജയത്തിന് കാരണം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞത്, ഇത് നമ്മുടെ റിസോഴ്സിനെ കണ്ടെത്തലാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ്. രണ്ട് അറിവുകളാണ് നമുക്ക് വേണ്ടതെന്നും പറഞ്ഞു. ഒന്ന്, നമ്മളെ പറ്റി തന്നെയുള്ള ഒരു അറിവ്. മറ്റൊന്ന്, ജീവിക്കാൻ വേണ്ടിയുള്ള പഠനവും വേണം, ജീവിതത്തെ പറ്റിയുള്ള പഠനവും വേണമെന്ന് പറഞ്ഞു. 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങളിൽ ഏറ്റവും ടോപ്പ് നിലനിൽക്കുന്നത് മനുഷ്യനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനർജി ഫീൽഡാണ്. മനുഷ്യൻ എന്ന് പറയാൻ കാരണം മനസ്സിനെ കാണാൻ കഴിവുള്ളവൻ. മറ്റ് ജീവജാലങ്ങളെ തിരയുക എന്നുള്ളതാണ് അതുങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യൻ മാത്രം നാം പുറത്ത് തേടുന്നതെല്ലാം അകത്തേക്ക് ശ്രദ്ധിച്ചാൽ അവിടുന്ന് അക്യൂർ ചെയ്തെടുക്കാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്ന് മനസ്സിലാക്കുക, ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. അവർ ലൈഫ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 തിങ്സ്. നോട്ട് ചെയ്ത് വെക്കണം. ഈ ക്ലാസ്സിലൂടെ ഒക്കെ പോകുമ്പം പലപ്പോഴും നിങ്ങൾ നോട്ട് ബുക്ക് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇതിൽ സാരാംശം കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓർഡറിൽ അത് കണക്ട് ചെയ്ത് എല്ലാ ദിവസവും നോക്കിയാൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള ഐഡിയ കിട്ടും. അതുകൊണ്ട് ചെറിയൊരു വിദ്യാർത്ഥിയുടേതായ രീതിയിൽ ആയിത്തീരുക ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. മനുഷ്യർ മരിക്കുന്നിടം വരെ വിദ്യാർത്ഥികളാണ്. നിങ്ങളും ഞാനും അല്ല, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ വിദ്യാർത്ഥികൾ തന്നെയാണ്. പറഞ്ഞല്ലോ, അറിവാണ് മനുഷ്യന്റെ അന്നം. നമ്മൾ അതിന് പ്രായവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, പ്രായഭേദമില്ല. എത്രത്തോളം പ്രായമുണ്ടോ അത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുക, ലൈഫ് ടൈം ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോന്നും ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ലൈഫ് ടൈം ലേണേഴ്സ് ആർ ലൈഫ് ടൈം ഏണേഴ്സ്. നിങ്ങൾ ഏത് ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൈഫ് ടൈം ലേണിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മനസ്സ് നല്ല ഊർജ്ജസ്വലമാകും, ചെറുപ്പമാകും, ആരോഗ്യത്തോടെ നിർത്താൻ സാധിക്കും. എങ്ങനെ? അറിവുകൾ അക്വയർ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ. മറക്കരുത്, ലൈഫ് ടൈം ലേണേഴ്സ് ആർ ലൈഫ് ടൈം ഏണേഴ്സ്. ഓക്കെ, അറിയുക, ഊർജത്തെ നമുക്ക്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 3 ഘടകങ്ങളുടെ 3 എലമെന്റിന്റെ കോമ്പിനേഷനാണ്. ഇതിൽ 2 മാറ്ററും 1 മാസുമാണ്. മാറ്റർ ആൻഡ് മാസ് ഫിസിക്സ് കേട്ടിട്ടില്ലേ? അതായത് സോളിഡ്, ലിക്വിഡ് ആൻഡ് എനർജി. ഈ 3 ഘടകങ്ങളുടെ കോമ്പിനേഷനാണ് അവർ ലൈഫ്. ജീവനുള്ള ജീവജാലങ്ങളുടെ എല്ലാം കോമ്പിനേഷൻ ഈ 3 ഒരു സസ്യമായാലും ചെറിയൊരു ഉറുമ്പായാലും വലിയ നീലത്തിമിങ്ങലമായാലും നമ്മളായാലും ജീവനുണ്ടോ ഈ 3 ഘടകങ്ങളുടെ കോമ്പിനേഷനാണ്. അതാണ് അവർ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സോളിഡ്, ലിക്വിഡ് ആൻഡ് എനർജി. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ കൈ അല്ലെ, ഈ കൈ അല്ല ഈ ശരീരം, ഇത് സോളിഡാണ്. എന്നാൽ ഇതിൽ 82-85% ജലാംശമാണ്, ലിക്വിഡാണ്, വാട്ടർ ബോഡിയാണ്, നമ്മുടെ വെറ്റാണ്. പിന്നെന്താണ്? ഇത് ചലിക്കണമെങ്കിൽ ഊർജം വേണ്ട, എനർജി. എത്ര ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അത്രത്തോളം എനർജി വേണം. അപ്പോൾ ഊർജം, ഈ 3ന്റെയും കൂടെ കോമ്പിനേഷനാണ് നമ്മുടെ ഭൂമിയിലെ ജീവനുള്ള ജീവജാലങ്ങളെല്ലാം ജീവിതം. ഇതില് ഏറ്റവും ശക്തിയുള്ളത് ഏതാ? സോളിഡ്, ലിക്വിഡ്, എനർജി. ഇതിൽ ഏറ്റവും ശക്തിയുള്ളത് ഊർജം, എനർജിയാണ്. ഈ എനർജിയെ കാണാൻ പറ്റില്ല, മുറിക്കാനും പറ്റില്ല, വിഭജിക്കാനും പറ്റില്ല. അപ്പൊ കാണാൻ പറ്റാത്തതും വിഭജിക്കാൻ പറ്റാത്തതും വേർപെടുത്താൻ പറ്റാത്തതും ഇതിൽ എനർജി മാത്രമാണ്, ഊർജം മാത്രമാണ്. അതെല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു, സർവ്വചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നു. പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും നാം സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ എനർജിയുടെ പ്രസൻസാണ്. കാരണം അതിനെ മുറിക്കാൻ പറ്റാത്തത് കാരണം, വിഭജിക്കാൻ പറ്റാത്തത് കാരണം അത് നമ്മിലും കുടികൊള്ളുന്നു, മറ്റു ജീവജാലങ്ങൾ. ഊർജത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഒരു പൂ വിരിയുന്നതായിക്കോട്ടെ, ഒരു സൂര്യൻ ഉദിക്കുന്നതായിക്കോട്ടെ, സൂര്യപ്രകാശമായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, ശബ്ദമായിക്കോട്ടെ. ഇപ്പൊ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന ഒരു എനർജിയാണ്. ഊർജം ഒന്നേ ഉള്ളൂ, പക്ഷെ അത് കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ച് വ്യത്യാസമുണ്ട്.
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നെഗറ്റീവ് എന്നും പോസിറ്റീവും അല്ലേ, നെഗറ്റീവ് ഊർജ്ജമെന്നും പോസിറ്റീവ് ഊർജ്ജമെന്നും കിട്ടും. സത്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ, ഊർജ്ജം എന്നേ ഉള്ളൂ. അത് കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ചാണ് നെഗറ്റീവ് ആകുന്നു പോസിറ്റീവ് ആകുന്നു. ചിലർ പറഞ്ഞാൽ നെഗറ്റീവ് വ്യക്തികളാണ്, ഇപ്പോഴും നെഗറ്റീവ് ചിന്താഗതികളാണ്. പക്ഷെ ആ പറയുന്ന വാക്കിനും ശക്തിയുണ്ടല്ലോ, ഊർജ്ജമുണ്ട്. നെഗറ്റീവായിട്ട് നിങ്ങൾ ആരെങ്കിലും അത്രത്തോളം പറഞ്ഞാൽ നമുക്ക് ആ പടം ഏൽക്കാറില്ലേ. അതേപോലെ പോസിറ്റീവായിട്ട് പറഞ്ഞാലും ഇൻസ്പയർ ആയാലും നമുക്കൊരു പവർ വരാറില്ല. അത് എനർജിയുടെ തന്നെ വ്യത്യസ്ത റിഫ്ലക്ഷൻസാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവരുടെ അവസ്ഥയ്ക്ക് കാരണം, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ് എന്തുമായിക്കോട്ടെ, ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വികിരണം ചെയ്യുന്ന, റിലീസ് ചെയ്യപ്പെടുന്ന ഊർജത്തിൻ്റെ റിഫ്ലക്ഷൻസാണ്, പ്രതിഫലനങ്ങളാണ് ഒരു വ്യക്തിയിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉറഞ്ഞുകൂടിക്കൊണ്ട് നടക്കുന്ന, എപ്പോഴും പറയുകയും ഏതൊരു കാര്യത്തിലും നെഗറ്റീവ് ഡയറക്ഷൻ ചിന്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള റിഫ്ലക്ഷൻ അല്ലേ ഉണ്ടാകാറുള്ളത്. തിരിച്ച് എപ്പോഴും ഏത് കാര്യത്തിലും ഏത് നെഗറ്റീവിലും പോസിറ്റീവ് കാണുന്ന മനോഭാവവും ഒക്കെയുള്ളവരിൽ അത്തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ആയിരിക്കും അവരുടെ ചുറ്റിനും കാണുക, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അപ്പം നമ്മളെല്ലാം ഊർജത്തിൻ്റെ ഒരേ വകഭേദങ്ങളാണ്. അത് കടന്നു പോകുന്ന സ്ഥലമനുസരിച്ച് വ്യത്യാസമുണ്ടാകും. ഇപ്പം നമുക്ക് അറിയാം, ഒരു കാറ്റ്, ഇളം കാറ്റ് വീശുന്നു. അത് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന കാനയുടെ മുകളിലൂടെയാണ് അത് പോകുന്നതെങ്കിൽ ആ മറുവശത്ത് കിട്ടുന്ന ദുർഗന്ധമായിരിക്കും, നെഗറ്റീവ് സ്മെല്ലാണ് അല്ലേ. അതേ കാറ്റ് തന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ സുഗന്ധം വ്യഞ്ജനങ്ങളുടെ മുകളിലൂടെയാണെങ്കിൽ അപ്പുറം സുഗന്ധമായിരിക്കും, സുഗന്ധദ്രവ്യങ്ങളുടെ മുകളിലൂടെയാണെങ്കിൽ. പറഞ്ഞൊരു ഊർജ്ജം ഒന്നല്ലേ ഉള്ളൂ, കടന്നുപോയ സ്ഥലം അനുസരിച്ചല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ജീവനുള്ള ജീവജാലം കടന്നു പോകുന്ന എനർജി ഒന്നാണെങ്കിലും ഓരോ വ്യക്തിയുടെ ഡിവൈസിന്റെ, ഉപകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്തമാകുന്നത്. ഇപ്പൊ ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി ഒരു മെറ്റാഫിസിക്കൽ എനർജിയാണ്. പക്ഷെ അത് കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ച്, ഉപകരണങ്ങൾ അനുസരിച്ചാണ് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നത്, നമുക്ക് അനുഭവവേദ്യമാകും. ഇതേപോലെ നമ്മുടെ ശരീരം, നമ്മുടെ ഭൂമിയിലെ ജീവിതം, ഖരം, ദ്രാവകം, ഊർജം, ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഊർജം ഒരു വ്യക്തിയിൽ ഏത് വിധത്തിലാണോ സംജാതമായിരിക്കുന്നത് അതനുസരിച്ചാണ് ആ വ്യക്തിയിലെ റിഫ്ലക്ഷൻസ്, പ്രതിഫലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെർഷനിൽ ഏറ്റവും ശക്തിയുള്ള സംഗതിയാണ് ഞാൻ. ശക്തി ഏറ്റവും, ഈ മൂന്നിൽ ശക്തിയുള്ള ഏതാണ്? ഊർജമാണ്. ശക്തിയുള്ളതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാരിയുമാണ്. ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും പറ്റും. ഈ മെറ്റാഫിസിക്കൽ എനർജി കാണാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ യൂസ് ആൻഡ് ഫീൽ. അനുഭവിക്കാൻ പറ്റും, ഉപയോഗിക്കാനും പറ്റും. ഇലക്ട്രിസിറ്റി പോലെയാണ്, ജസ്റ്റ് ലൈക്ക് ആൻ ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റില്ലേ? ഈ കറണ്ടിനെ അറിയാതെ പിടിച്ചാൽ എങ്ങനെ കയറി തൊട്ടാൽ അടി കിട്ടും. തൊടുന്നത് പോലെയാണ്, പിടിക്കുന്ന പോലെയാണ് അടി കിട്ടും. അപ്പൊ കാണാൻ പറ്റാത്തതും രൂപമില്ലാത്തതും സർവശക്തിയുള്ളതും ഭഗിക്കാൻ പറ്റാത്തതും വിഭജിക്കാൻ പറ്റാത്തതും ആയ സബ്ജക്റ്റ്, ആ ഒരു വിഷയമായതിനാൽ അതിനെ മനുഷ്യൻ അന്നോട്ട് വിളിച്ചു പോകുന്ന പേരാണ് ഭഗവാൻ. ഭഗിക്കാൻ പറ്റാത്ത ഊർജം, വിഭജിക്കാൻ പറ്റാത്ത ഊർജം. അപ്പൊ ഭഗവാൻ എവിടെ അടങ്ങിയിട്ടുണ്ട്? എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു, അവനവന്റെ ഉള്ളിലും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും പറയുന്നത് ഗോഡ് ഈസ് വിത്തിൻ യു, നിന്റെ ഉള്ളിലാണ് ദൈവം കൂടി ഉള്ളത്. അപ്പൊ ഈ ഊർജത്തെ പറ്റി, ഊർജത്തിന് പേരിടുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരും അത് സാധാരണ മനുഷ്യർ മനസ്സിലാക്കാൻ, ഈ കാണാൻ പറ്റാത്ത ശക്തിയാണ്, അതിനെ ഈ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഭഗവാൻ ദൈവത്തിന്റെ രൂപേണയാണ് മനസ്സിലാക്കി പോകുന്നത്. അതുകൊണ്ടാണ് ശിവം എന്ന് പറഞ്ഞത്. ശിവൻ, പരമശിവൻ, പരന്നു കിടക്കുന്ന എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന പരമാത്മാവ് ശിവൻ എന്നൊക്കെ പറയുന്നു. ശിവം നഷ്ടപ്പെട്ടാൽ, അതായത് ഊർജം നഷ്ടപ്പെട്ടാൽ ശവം. അപ്പൊ മനുഷ്യൻ മനസ്സിലാക്കാൻ പല പേരുകളിട്ട് കാണാൻ പറ്റാത്ത ഊർജത്തെ വിളിച്ചു പോന്നു കാലങ്ങളായി, ആദ്യകാലം മുതൽ. കാണാൻ പറ്റാത്ത ആ ഊർജത്തെ കാണാൻ മനുഷ്യനിട്ടിരിക്കുന്ന നാമമല്ലേ, അതിലൂടെയല്ലേ കാണാൻ പറ്റാത്ത ശക്തിയെ തിരിച്ചറിയുന്നു. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റാത്തതാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എന്ന വാക്ക് മാത്രമാണോ കറണ്ടിന് ലോകവ്യാപകമായിട്ട് പറയാറുള്ളത്? ഇനി ഒന്നും വേണ്ട, നമ്മുടെ മലയാളത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഇലക്ട്രിസിറ്റിയെ പറയുന്നത്? കറണ്ട് നമ്മൾ പറയും, അതല്ലെങ്കിൽ
വൈദ്യുതി എന്ന് പറയും, വിദ്യുശക്തി എന്ന് പറയും, അല്ലെ? ഹിന്ദിയിലാണ് ബിജലി എന്ന് പറയും. അപ്പൊ ആ ഒരു നാമത്തിലൂടെ കാണാൻ പറ്റാത്ത ഒരു ശക്തി, അതിന്റെ പ്രഭാവത്തെ മനസ്സിലാക്കാൻ ഒരു പേര് വേണം. അപ്പൊ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ ഭഗവാനും പല പേരിട്ട് വിളിക്കുന്നു, പല പേരിട്ട്. ഏത് പേരിൽ വിളിച്ചാലും സംഗതി എല്ലാം ഒന്നാണ്.